പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് പരിശുദ്ധ മറിയത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ വചനമാണിത്. എലിസബത്ത് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നാം ഒരുങ്ങുന്ന ഈ വേളയിൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. പരമപരിശുദ്ധനായ ദൈവം തന്നെയായ തൻ്റെ പുത്രനെ വഹിക്കുവാനും വളർത്തുവാനും യോഗ്യതയുള്ള, വിശുദ്ധിയുള്ള, വിശ്വാസമുള്ള, അനുസരണയുള്ള, എളിമയുള്ള ഒരു മകളെ ദൈവം തിരഞ്ഞെടുത്തു. ജന്മപാപത്തിൻ്റെ കളങ്കമില്ലാതെ, അതായത് ഉത്ഭവപാപം ഇല്ലാതെ അന്ന ജോവാക്കീം എന്നീ ദമ്പതികളുടെ മകളായി പരിശുദ്ധ അമ്മ ജനിച്ചു. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായി ദൈവത്താൽ ഉയർത്തപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. എന്താണ് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഗുണങ്ങൾ? ഒന്നാമത്, ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു മറിയത്തിന്. ദൈവത്തിലും ദൈവവചനങ്ങളിലും അടിയുറച്ച വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്തുകൊണ്ട് എലിസബത്ത് പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. രണ്ടാമതായി, എളിമ എന്ന പുണ്യമാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നത്. പരിശുദ്ധ മറിയം പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. മൂന്നാമതായി പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നത് വിശുദ്ധിയാണ്. പരിശുദ്ധനായ യേശുവിനെ വഹിക്കുവാനും വളർത്തുവാനും വിശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ ദൈവം തിരഞ്ഞെടുത്തു. ആ വിശുദ്ധി പരിശുദ്ധ മറിയത്തിനുണ്ട് എന്ന് പിതാവായ ദൈവം കണ്ടു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയായി പരിശുദ്ധ മറിയത്തെ ദൈവം ഉയർത്തിയത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്നുണ്ട്, മറിയത്തെ അഭിവാദനം ചെയ്യുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. ദൈവം കൂടെ വസിക്കുന്നവളായിരുന്നു പരിശുദ്ധ മറിയം. താൻ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ഒട്ടും അഹങ്കരിക്കാതെ എളിമയോടെ കൂടുതൽ വിനയത്തോടെ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായി തിടുക്കത്തിൽ അമ്മ യാത്രയാവുകയാണ്. പരിശുദ്ധ മറിയത്തിൽ വിളങ്ങിയിരുന്ന വിശുദ്ധിയും വിശ്വാസവും അനുസരണയും അതുപോലെ എളിമയും എല്ലാം, ശുശ്രൂഷ മനോഭാവവുമെല്ലാം നാം മാതൃകയാക്കി സ്വീകരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് കൊണ്ട് അർത്ഥം ആകുന്നുള്ളൂ. പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയിലും വിശുദ്ധിയിലും വിനയത്തിലും വിശ്വാസത്തിലും വളർന്നു വരുവാനാണ് നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.